ക്യാരക്ടേഴ്സിനെ കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട്, ഖുറാനിൽ പറയുന്നുണ്ട്. പക്ഷേ രാപകൽ വ്യത്യാസമുണ്ട്. അപ്പം എങ്ങനെ ഈ സെയിം ക്യാരക്ടേഴ്സ് ഖുറാനിൽ വന്നു? ഇത് നാച്ചുറലി നമുക്ക് ഒരു ചോദ്യം ഉണ്ടാകാം. അത് 100% വാലിഡ് ആണ്, നാച്ചുറലാണ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വെൽക്കം. അപ്പോൾ അതിന് ഒരു വെരി ഈസി ടു അണ്ടർസ്റ്റാൻഡ്. ഇപ്പം ഞാൻ ആലോചിച്ച് നോക്കിയേ, എബ്രഹാം ലിങ്കൺ US പ്രസിഡൻ്റായിരുന്നു. ഓക്കെ, അയാളെക്കുറിച്ച് 2 പേര് 2 പുസ്തകങ്ങൾ എഴുതിയാൽ അതിൻ്റെ അർത്ഥം ഇറ്റ് ഡസൻ മീൻ ദാറ്റ് ഒരാൾ വേറൊരാൾ കോപ്പിടിച്ചു എന്നല്ല. ഇതിൻ്റെ സോഴ്സിൽ നിന്ന്, അതായത് ഡേറ്റ, റെക്കോർഡഡ് ഡേറ്റ എന്ന് അവർ എടുത്ത് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തന്നു എന്ന് പറയാം. ഈ ഖുർആൻ്റെ ബൈബിളിൻ്റെ കേസിൽ ഇറ്റ് ഈസ് വെരി സിമ്പിൾ. ഇതിനകത്ത് സിമിലാരിറ്റീസ് വരാൻ കാരണം ബിക്കോസ് ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം ദ സെയിം സോഴ്സ്. പടച്ചവനാണല്ലോ, ദൈവമാണല്ലോ ഇതെല്ലാം ഈ പറയുന്ന എല്ലാ പ്രവാചകന്മാരെ അയച്ചതും, ഭൂമി ക്രിയേറ്റ് ചെയ്തതും, ഈ പ്രപഞ്ചം ക്രിയേറ്റ് ചെയ്തതും, നമ്മളെയൊക്കെ ക്രിയേറ്റ് ചെയ്തതും ആ പടച്ചവനാണല്ലോ. അപ്പം ആ പടച്ചവൻ നമുക്ക് ഒരു പുസ്തകം, ജീസസിൻ്റെ സമയത്ത് ഒരു പുസ്തകം ഇറക്കി, മോസസിൻ്റെ സമയത്ത് ഒരു പുസ്തകം ഇറക്കി, ദാവീദിൻ്റെ സമയത്ത് ദാവീദിന് സങ്കീർത്തനങ്ങൾ കൊടുത്തു, പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സമയത്ത് ഖുർആൻ കൊടുത്തു. ഇതിനകത്തൊക്കെ സിമിലാരിറ്റീസ് വരും, കാരണം സെയിം സോഴ്സിൽ നിന്നാണ് വരുന്നത്, അല്ലേ? അപ്പോൾ ദാറ്റ് ഈസ് വെരി ഈസി ടു അണ്ടർസ്റ്റാൻഡ്.